വയനാട് മെഡിക്കൽ കോളേജിലെ ഉപകരണങ്ങൾ തുരുമ്പെടുത്ത് നശിക്കുന്നു. ലക്ഷങ്ങൾ വിലമതിക്കുന്ന വീൽചെയർ, കട്ടിലുകൾ, സ്ട്രെച്ചറുകൾ, ലോണ്ടറി മെഷീനുകൾ അടക്കമുള്ളവയാണ് തുരുമ്പെടുത്ത് നശിക്കുന്നത്. പെട്ടി പോലും പൊട്ടിക്കാതെ നിരവധി ഉപകരണങ്ങൾ ആശുപത്രിയിൽ അനാഥമായി കിടക്കുന്നു. ഉദ്യോഗസ്ഥരുടെ കെടുകാര്യസ്ഥതയും രാഷ്ട്രീയക്കാരുടെ പിടിവാശിയുമാണ് കാരണമെന്നാണ് ആരോപണം. മുബാറക് എമ്മാണ് വിവരങ്ങളുമായി ചേരുന്നത്. മുബാറക്ക്, ഈ തുരുമ്പെടുത്ത് നശിക്കുന്നതിനും പെട്ടി പൊട്ടിക്കാത്തതിനും ഒക്കെ ആരാണ് ഉത്തരവാദി എന്നാണ് ഈ ഘട്ടത്തിൽ മനസ്സിലാവുന്നത്? എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ഫാമിലി വയനാട് മെഡിക്കൽ കോളേജ്, അതായത് മാനന്തവാടിയിൽ പ്രവർത്തിക്കുന്ന മെഡിക്കൽ കോളേജിലാണ് ഇത്തരം ഉപകരണങ്ങൾ തുരുമ്പെടുത്ത് നശിക്കുന്നത്. അതായത് ലക്ഷങ്ങൾ വിലമതിക്കുന്ന ഉപകരണങ്ങൾ ഉണ്ട് എന്നുള്ളതാണ്. അത് പ്രധാനമായും വീൽ ചെയറുകൾ, അതുപോലെ കട്ടിലുകൾ, സ്ട്രെച്ചറുകൾ, കൂടാതെ ഈ ആശുപത്രിയിലെ വസ്ത്രങ്ങളെല്ലാം കഴുകുന്ന ലോണ്ടറി മെഷീനുകൾ അടക്കം നിരവധി ഉപകരണങ്ങളാണ് തുരുമ്പെടുത്ത് നശിക്കുന്നത് എന്നുള്ളതാണ്. അതായത് 7 വർഷങ്ങൾക്ക് മുൻപാണ് ഇതിൽ കൂടുതലായും ഉപകരണങ്ങൾ ഈ ആശുപത്രിയിലേക്ക് എത്തിച്ചത്. ഈ കോവിഡ് കാലത്തെല്ലാം സന്നദ്ധ സംഘടനകളുടെയും മറ്റ് പ്രസ്ഥാനങ്ങളുടെയും നേതൃത്വത്തിൽ വയനാട് ജില്ലയ്ക്കായും നൽകിയ നിരവധി ഉപകരണങ്ങളുണ്ട്. ഇതെല്ലാം ആശുപത്രികളിലേക്ക് ഉപയോഗിക്കാതെ ഇത്തരത്തിൽ ഈ പരിസരത്ത് കൂട്ടിയിട്ടിരിക്കുന്നു എന്നുള്ളതാണ്. ഇതിനോട് ചേർന്ന് കേടുപാടുകൾ സംഭവിച്ച മറ്റു ഉപകരണങ്ങളുമുണ്ട്. ഇതൊന്നും റെഡിയാക്കുന്നതിനോ അല്ലെങ്കിൽ ഇതെല്ലാം മെയിൻ്റനൻസ് ചെയ്യുന്നതിനോ ഉള്ള ഒരു ശ്രമങ്ങൾ ആശുപത്രി അധികൃതരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. മാത്രമല്ല, പെട്ടികൾ പോലും പൊട്ടിക്കാത്ത പുത്തൻ ഉപകരണങ്ങളടക്കം ഈ പരിസരത്ത് കൂട്ടിയിട്ടിരിക്കുന്നു. അതായത് സാധാരണക്കാരായ ജനങ്ങൾക്ക് ഉപകാരപ്രദമാവേണ്ട ഇത്തരം ആശുപത്രി ഉപകരണങ്ങൾ അതായത് ഉദ്യോഗസ്ഥരുടെയും അതുപോലെ അധികൃതരുടെയും അനാസ്ഥ മൂലം അത് ഒരു ഉപയോഗവുമില്ലാതെ തുരുമ്പെടുത്ത് നശിക്കുന്ന സാഹചര്യമാണുള്ളത്. ഈ വിഷയത്തിൽ അതായത് 2 ദിവസം മുൻപ് ആരോഗ്യമന്ത്രി സംസ്ഥാന വ്യാപകമായ ഒരു അന്വേഷണം പ്രഖ്യാപിച്ചിരുന്നു. ഈ ആശുപത്രികളിൽ ഇത്തരത്തിൽ ഉപയോഗശൂന്യമായി കിടക്കുന്ന ഉപകരണങ്ങളെ ഒരു അന്വേഷണം നടത്തി കണ്ടെത്തി ഒരു റിപ്പോർട്ട് നൽകണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടിരുന്നു. ഇതിനെ തുടർന്ന് നടത്തിയ പരിശോധനകളിലാണ് ഇത്തരത്തിലുള്ള കണ്ടെത്തലുകൾ. ഇനിയിപ്പോൾ സ്ഥലം MLA ആയിട്ടുള്ള ഉഷ വിജയൻ അടക്കം പരിശോധന നടത്തിയിട്ടുണ്ട്, വിശദീകരണവും തേടിയിട്ടുണ്ട്. ഷാമിലി, ശരി, മുബാറക്കാണ് വിവരങ്ങൾ നൽകിയത്.